ഹൈദരാബാദ് എഫ് സി എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഇനി അവരുടെ പ്രഷർ ടാക്ടിക്സ് ആണോ അല്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. അവർക്ക് വേണ്ടി വളരെ മനോഹരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി താരമായിട്ടുള്ള റഹീബിനെ ഓഫ്ലോഡ് ചെയ്യാൻ അവർ തയ്യാറാണ് എന്ന തരത്തിലാണ് പുതുതായിട്ട് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ റഹീബിനെ അങ്ങനെ വെറുതെ അങ്ങോട്ട് ഓഫ്ലോഡ് ചെയ്യുകയല്ല, വളരെ നല്ല പൈസ കിട്ടിയാൽ മാത്രമേ റഹീബിനെ അവർ വിൽക്കത്തുള്ളൂ എന്നാണ് അറിയുന്നത്. കാരണം കൊൽക്കത്തയിലെ 2 വമ്പൻ ക്ലബ്ബുകൾ സ്വാഭാവികമായിട്ടും മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ, അവർ മോഹൻ ബഗാൻ ഒരു താരത്തിന് വേണ്ടി ഇറങ്ങിയ ഈസ്റ്റ് ബംഗാൾ ഇറങ്ങും, ഈസ്റ്റ് ബംഗാൾ ഒരാൾക്ക് വേണ്ടി ഇറങ്ങിയ മോഹൻ ബഗാൻ ഇറങ്ങും. കാരണം ആ ഒരു സെറ്റപ്പിന്റെ പോക്ക് അങ്ങനെയാണ്. അപ്പോൾ കൊൽക്കത്ത ജയൻസും മറ്റ് ചില ISL ക്ലബ്ബുകളും നമ്മുടെ റഹീബിനെ സ്വന്തമാക്കാൻ വേണ്ടി റാറ്റ് റേസ് വില ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയുന്നത്. അതേസമയം ജിൻഡാൽ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഹൈദരാബാദ് എഫ് സിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അവരൊരു റൈറ്റ് പ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് അർത്ഥം. ചിലപ്പം അവർ പ്രതീക്ഷിക്കുന്നത് ഒരു ഹ്യൂമങ്കസ് എമൗണ്ട് ആയിരിക്കും. അവരുടെ മാർക്കറ്റ് വാല്യൂ ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള PR ഗെയിം ആയിരിക്കും ഇത് എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ്. വിൽക്കുമെന്ന് പറഞ്ഞിട്ട് വിൽക്കാതിരിക്കാനുള്ള പണിയാണ്. അതിനും സാധ്യതകളൊക്കെ ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഏതായാലും റഹീബിന് വേണ്ടി വളരെ നല്ലൊരു എമൗണ്ട്, ആര് വലിയ എമൗണ്ട് ഓഫർ ചെയ്യും എന്നറിയാൻ വേണ്ടി അവർ റൈറ്റ് പ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവർ വിൽക്കാൻ റെഡിയാണെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട്. പക്ഷേ ഒരു റൈറ്റ് പ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഈ ഒരു മാർക്കറ്റിൻ്റെ നേച്ചർ അറിയാൻ വേണ്ടിയിട്ട് എത്ര വില പോകുമെന്ന് അറിയാനായിരിക്കും. ഏതായാലും റഹീബ് സെയിൽ ബോർഡിലേക്ക് വരുന്നുണ്ട്. നല്ല പ്രൈസിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് പറയേണ്ടത്.